അഞ്ജു, സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ ശ്രീ അനിൽ പറഞ്ഞതിൽ നിന്ന്. നോക്കൂ, എത്ര അപമാനകരമാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇദ്ദേഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു മിനിറ്റ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതായ എന്തെല്ലാം വിഷയങ്ങളാണ്. അത് ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ്. നോക്കൂ, ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ, പിന്നെ അവരെ കൺസെൻറ്റ്, അതായത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അതായത് ആ ട്രാക്കിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റിലേക്ക് ഉയരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സാറിൻ്റെ ഇഷ്ടവിഹിതത്തിന് വഴങ്ങിക്കൊടുക്കണം. നമ്പ്യാർ സാർ പറഞ്ഞ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മനു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മീനാണ്. വമ്പൻ സ്രാവുകൾ തലപ്പത്തേരെ ഉള്ളപ്പോൾ മനുവിന് സംരക്ഷിച്ച് അവർക്ക് പറ്റൂ. അതിൻ്റെ മറ്റൊരു കാര്യം വെച്ചാൽ മനുവിന് ഒരുപാട് നാറുന്ന കഥകൾ മനുവിന് അറിയാമായിരിക്കും. മനു കണ്ടുപിടിച്ച കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മനു അതേ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം, നമ്മുടെ വനിതാ ക്രിക്കറ്റ് അസോസിയേഷനിലെ തലപ്പത്തുള്ള അത് ആ പേര് വെളിയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും നമ്മുടെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8 ഉള്ളപ്പം ആ ഒരു പാട്ടിൽ, ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഗായിക നേടുന്ന സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നമ്മുടെ സ്ത്രീപക്ഷവാദികൾ ഭയങ്കരമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളം നമ്മൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഒരു രക്ഷിതാവിൻ്റെ നിന്ന് വരുന്നു. ഞെട്ടിക്കുന്ന ക്രിക്കറ്റ് പോലൊരു കായിക മേഖലയിലേക്ക് ഇറങ്ങാൻ പോകുന്ന കുട്ടികൾ ഭയക്കണം. രക്ഷിതാക്കൾ ഇനി എന്ത് ധൈര്യത്തിൽ കുട്ടികളെ നമ്മളവിടെ വിടും? നോക്കിയെടുത്തോളം 500ഓളം കുഞ്ഞുങ്ങൾ അവരെ ക്യാഷ് കോൾസ് എന്ന് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോൾസ്, ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടെന്നറിഞ്ഞു ഈ KCയുടെ ഇതിൽ. അപ്പോൾ 500ഓളം സ്കൂൾ കുട്ടികൾ, കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്. അണ്ടർ 14 എന്നൊക്കെ പറയുമ്പം 10ഉം 11ഉം അങ്ങനെയൊക്കെ വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമുക്ക് ഇനി ഈ കുട്ടികളെ? ഞാനും ഒരു അമ്മയാണ്, മകളാണ്. അപ്പം എൻ്റെ മകൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വളർന്നിട്ട് എനിക്ക് ക്രിക്കറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഭയപ്പെടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നാറുന്ന കഥകൾ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. നോക്കൂ, ചർച്ച ചെയ്യപ്പെടേണ്ട, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഭീകരമായ വിഷയങ്ങളുള്ളപ്പോൾ ഒരു പാട്ടിൻ്റെ പിന്നാലെ പോകുന്ന കേരളം. അതാണ് സൈബർ അറ്റാക്കാണ് അവിടെ വലിയൊരു വിഷയം. ആ ഗായിക സ്വന്തം വൈറലാകാൻ വേണ്ടി പാടിയ ആ ഒരു ഗായിക നേരിടുന്ന സൈബർ അറ്റാക്ക് വലിയ വിഷയം. കൊച്ചു കുഞ്ഞുങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ട്രോമ, മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ നേരിട്ടിരിക്കുന്ന ആ ഭയാനകമായ വിഷയം വരും ദിവസങ്ങളിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചുകൾക്കൊക്കെ കാര്യവട്ടം ഒക്കെ സാക്ഷ്യം വഹിക്കും. അപ്പോൾ ഇവിടെ മീഡിയയും പിന്നെ ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല. തീർച്ചയായും. കാരണം KCയെ അവർക്കൊന്നും പിണക്കാൻ പറ്റില്ല. അവർക്കെല്ലാം കളി കാണണം, ആസ്വദിക്കണം, ഇതെല്ലാം വേണം. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇടപെടാത്തത്. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ BCCI അമിത്ഷായുടെ മകൻ ജയ്ഷെ ആണ് നയിക്കുന്നത്. അത് ഓർമ്മ വേണം. ജനം TV എന്തുകൊണ്ട് ഈ വിഷയത്തിൽ താല്പര്യം എടുക്കുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലും ചില കോണുകളിൽ നിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് തുടർച്ചയായി ഈ വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുന്നത്.